അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാ തോന്നിയെന്നും എനിക്കറിയില്ല. ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. മെജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ഒരു ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും. അതാണ് ആസിഫിന്റെ പ്രത്യേകത. ആൻഡ് ബേസിക്കലി ഈസ് എ ടാലന്റഡ് ആക്ടർ. അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. റാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത്, ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം. കാരണം ഐ എം ജസ്റ്റ് ഞാനും ലാലേട്ടനും എൻ്റെ ടീം ഈസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുക, കാരണം ഞങ്ങൾ റെഡിയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലെവൽ ക്രോസിന്റെ ജസ്റ്റ് മുമ്പ്, നമ്മളെ റിലീസിന് മുമ്പായിട്ട് എന്താണ് നിങ്ങൾക്ക് താരങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഈ മൂവി നമുക്ക് തരുന്ന പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഈ മൂവിയിൽ അഭിനയിച്ച കാര്യങ്ങൾ, ഇതിലൊക്കെ ഉപരി ജിത്തു ജോസഫ് എന്ന സംവിധായകൻ പ്രസന്റ് ചെയ്യുന്ന ചിത്രം എന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ചിത്രത്തിനുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നിസ്സാരമായ ഒരു സിനിമ ആയിരിക്കില്ല എന്ന്. മാത്രമല്ല ജിത്തു സാറിന്റെ പ്രധാന ശിഷ്യനാണ് അർഫാസ്. അർഫാസിന്റെ ഫസ്റ്റ് ഫിലിമാണ്. ആസിഫ് അലി നായകനായി നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ തലവന് ശേഷം വീണ്ടും ഹിറ്റടിക്കണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് വരികയാണ്. ഒപ്പം അമല പോൾ, ഷെർഫുദ്ദീൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെയധികം സഹകരിച്ചാണ് നമ്മളുടെ ഈ ചിത്രത്തോട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ഇത്ര വരെ എത്തിച്ചേർന്നത്. ഇതിന്റെ ഒരു 3-4 ലെവൽ ഓഫ് പ്രൊമോഷൻസ് ഇതുവരെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പ്രൊമോഷൻസ് ആണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ റിലീസിന്റെ അന്നും അതിനുശേഷവും ഒക്കെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ലെവൽ ക്രോസിനെ ലെവൽ ക്രോസ്ഡ് ആക്കി വിജയിപ്പിക്കണം. അപ്പൊ നമ്മളുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. ഒരു 2 വർഷം മുമ്പ് വളരെ 12th മാന്റെ ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അർഫാസ് ഈ ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൂമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരു എല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൂമനിൽ നമ്മൾ കാന്തല്ലൂർ ലൊക്കേഷൻ അല്ലെ ഇവിടെ ഹോട്ടലിൽ ഇരുന്നപ്പം എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ട് ആസിഫ് പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് കേട്ടു ഇത് കൊള്ളാം, ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതായിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു. പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം. പക്ഷെ അന്നേരം എന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിന്റെ പേര് പുള്ളി ഒരിടത്തും ഫാദറിന്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാൽ എന്നെ ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് മോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു സിനിമയല്ല അത്. നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം ജിത്തു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത്
ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന് ഒരു വലിയ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുന്നെയാണ് അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അർഫാസിന്റെ അടുത്ത് ഇപ്പം ജിത്തു ചേട്ടൻ പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം. ഇടക്കിടക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും. അപ്പൊ മൊത്തം ലൊക്കേഷനിൽ ഒരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടെക്നീഷ്യനാണ്, നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടും അർഫാസിന്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോംകോം കഥയായിരിക്കും, ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസ് എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങിയത് ഒരു ത്രില്ലറായിരുന്നു. അത് വളരെ ഒരു വേഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നുമല്ല. അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത്. ഒരു ഏകദേശം 1 മണിക്കൂർ ഒറ്റ ശ്വാസത്തില് ഒരു സംശയവും ഇല്ലാതെ, അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി, അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അമല ചെയ്യുന്ന ക്യാരക്ടറും ഷറഫ് ചെയ്യുന്ന ക്യാരക്ടറും, ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി, ബാക്ക്ഡ്രോപ്സ്, ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ എക്സൈറ്റ്മെന്റ് ഒന്ന് മനസ്സിൽ വെച്ച് നേരെ ജിത്തു ചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കര വർക്കായി, നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിന്റെ എൻ്റെ അടുത്തുള്ള ഓരോ മീറ്റിങ്ങും. അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നായിരുന്നു. അപ്പം മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിന് ഒരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം, അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്യുണീഷ്യ വരെ എത്തുന്നത്. റാമിന്റെ ലൊക്കേഷൻ റെക്കിക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഷൂട്ടിങ്ങിനെത്തി. ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ഉണ്ടാക്കിയ റോട്ടിൽ കൂടെ വേണം ഇതിന്റെ ലൊക്കേഷനിൽ എത്താൻ. അപ്പൊ ഇതുപോലെ ലൈറ്റ്സും എക്യുപ്മെന്റ്സും ഒക്കെ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ DOP അപ്പു പ്രഭാകറാണ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു. അതുപോലെ JD ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിലെല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ്. ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അത് ജിത്തു ചേട്ടനെ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത്. ഇപ്പൊ ഇതിന്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല, നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്ക് ഒരു സംശയമില്ല. ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. Good evening, everyone. Thank you for being here. I think മെയിൻ ഹൈലൈറ്റ് പോയിന്റ്സ് ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനും എൻ്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ. ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്കൊരു കോള് വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റി ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. സോ ആൻഡ് ബീയിങ് എ ഹ്യൂജ് ജിത്തു സർ മൂവി ഫാൻ, ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത്. ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് നറേഷൻ. ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിന്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ്. ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട്. ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ 3 ക്യാരക്ടേഴ്സ് ആണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ, അവരുടെ ഇടയിലുള്ള ഒരു ജേർണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ട്യുണീഷ്യയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിന്റെ മേക്കിങ്സ്, ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത്. ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച്. ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. ഇറ്റ്സ് എ സ്ലോ ബേണർ ആൻഡ്
ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. ആൻഡ് ഞങ്ങളെല്ലാവരും വി ഹവ് poured our heart and soul into this film. ലൈക്ക് ഹീ സെഡ്, ടുണീഷ്യയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ്. ഒരു തിയേറ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ലൈവ് സൗണ്ട് ആയിരുന്നു. ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനത്തെ ഒരു ഫിലിമാണിത്. And I'm very, very grateful, that I could be a part of this film. So thank you, Arfaz, thank you, Jittu sir, thank you, Asif, and thanks to the production. And definitely എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിം ആയിരിക്കും ഇത്. സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ താങ്ക് യു. ഈ 3 ക്യാരക്ടറിനെ വെച്ച് ഈ മോണോട്ടണസ് ആകാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഉടലെടുത്തതല്ല സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് മതി, ഇതായിരുന്നു അതിന്റെ റിക്വയർമെന്റ്. അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റിൽ 3 ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഒരുപാട് ഇറ്റ്സ് അബൌട്ട് എ മാൻ ഹു ലിവ്സ് ഇൻ സോളിറ്റ്യൂഡ്. 2 ക്യാരക്ടേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ 2 പേര് സോഷ്യൽ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രീം എൻഡ്സിൽ നിൽക്കുന്ന 2 പേരാണ്. സോ ഇൻ റിയൽ വേൾഡ് സിനാരിയോ ഒരുപക്ഷെ അവർ കാണുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത 2 പേര് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വി ആർ ഈഗർ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ. അപ്പോൾ ആ ഒരു ബേസിക് പ്രമൈസിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. ജീതു സാറിന്റെ പേര് അസോസിയേറ്റഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അട്രാക്ട് ദി ഓഡിയൻസ്. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. സാറിന്റെ പേര് മോശമാക്കാണ്ട് നമ്മൾ സിനിമ ചെയ്യണമല്ലോ. സോ ഐ ഫീൽ വി ആസ് എ ടീം ഹാവ് ഡൺ ജസ്റ്റിസ് ടു ഇറ്റ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഞാനൊരു മിനിറ്റ് പറഞ്ഞോട്ടെ. ബേസിക്കലി 1-2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. 2 പേരെ ഉള്ളതിൽ ആ 2 പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും. എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത്. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് കരുതി അർഫാസ് ഇപ്പൊ പറയുന്ന ലോകത്തിൽ ഇന്നവരെ ആരും പറയാത്ത കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇന്റർവ്യൂവിലും മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിംഗ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അൽഫാസ് വന്ന് എന്നോട്, അൽഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം. അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെന്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് നിന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് സിനിമ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു ലെവൽ ക്രോസ്? ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ, ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏച്ച് കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3-4 ഗെറ്റപ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു. കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രയൽ ചെയ്തിരുന്നു. അപ്പൊ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നരേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയത് ഇതായിരുന്നു. അപ്പൊ അതിനോട്, ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതില്
ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയായിരുന്നു. നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ആവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ് ആവുക. അപ്പൊ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇപ്പോ ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അമല പോളിന് ഒരു കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യനന്ദിക്കാട്ടിനോട് ചോദിക്കുന്നത്. അതുപോലെ ലാലേട്ടന്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം. ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ്? സത്യേട്ടനോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ഇന്നസെന്റ് ഏട്ടന് ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ റൺ ബേബി റൺ ആണെങ്കിലും അതിന്റെ സ്റ്റോറി ലാലേട്ടൻ, ജോഷി സർ, ഇറ്റ്സ് എ കോംബോ. അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല, എന്നിലേക്ക് വന്ന ഫിലിംസ് ആണിത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജിത്തു സാർ വിളിക്കുന്നു എന്നെ. പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു. ആൻഡ് ഇതിന്റെ ആക്ടേഴ്സ് ആസിഫ് ആൻഡ് ഷറഫുദ്ദീൻ, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രൂ. ആൻഡ് മെയിൻലി എനിക്ക് ഇതിന്റെ സ്റ്റോറി ആൻഡ് എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്കത് നറേറ്റ് ചെയ്തതും അർഫാസിന്റെ ഒരു വിഷൻ, അർഫാസിന്റെ ക്ലാരിറ്റി എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത്. So overall it was a good project to be a part of എന്ന് തോന്നി. എനിക്കൊരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത്. സോ അത് നന്നായിട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ജിത്തു സാർ, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഡേവിഡ് ഫിഞ്ചർ ആണ് മൈൻഡ് റണ്ണർ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റാർക്കീസിന്റെ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിന്റെ റിവീലുകൾ, അതൊക്കെ ഇത് ഇവിടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ മേല. കാരണം ബേസിക്കലി എന്താ പറയാ, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിന്റെ ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ വേറൊരു ദൃശ്യം 1 ഉം 2 ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷ വരരുതേ. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെന്റ്, അതേ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കരുതി ഒരു കാര്യമാണ് ഞാൻ പറയാം, ഇത് ലോകത്തിൽ ഇന്നവരാരും എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. മാസങ്ങളോളം പല്ലിയൊക്കെ അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുന്ന അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാ തോന്നിയെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധേഡ് അല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടൊന്നുമല്ല, പുള്ളി ബോധേഡ് അല്ലായിരുന്നു, ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ
ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്, ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞ് അത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് ആ കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്, അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക്, ഗുഡ് മോർണിംഗ്. 2019 കൂമൻ ഇറങ്ങിയ സമയത്ത് വന്ന ഈ റിവ്യൂസിലൊക്കെ ആളുകൾ എഴുതിയിരിക്കുന്നതാണ്, ആസിഫ് ഈ വെള്ളം പോലെയാണ്, കൃത്യമായിട്ടുള്ള പാത്രത്തിൽ അത് ഒഴിച്ചു വെക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് കൂമന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായിരുന്നു? ആസിഫുകളുടെ പെർഫോമറിനെ നമുക്ക് കുറെ കാലത്തിന് ശേഷം കണ്ടു. കണ്ണുകളെ പറ്റിയിട്ടൊക്കെ അന്ന് സംസാരങ്ങൾ ഉണ്ടായിരുന്നു ആസിഫ് അലിയുടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഓരോ പടം കഴിയുമ്പോഴും സാർ വന്നിട്ട് ഓരോ ആക്ടേഴ്സ് ഇന്നെ ഇപ്പൊ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നടനാണെന്ന് പറയുമ്പോൾ ലാലേട്ടനെ പറ്റി പറയും, അല്ലെങ്കിൽ കമൽഹാസൻ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും, രാജുവേട്ടനെ പറ്റി എന്ന് പറഞ്ഞിരുന്നത് എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ള ഒരാൾ എന്നുള്ളതാണ്. ആസിഫ് ഖാനോട് ഇപ്പൊ ഒരു പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്യും, മറ്റൊരു പടം പ്രൊഡ്യൂസറായി നിൽക്കുകയും ചെയ്തല്ലോ. അദ്ദേഹത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഈസ് എ ഡെയറിങ് ആക്ടർ. അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ്. ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ഒരു ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും. അതാണ് ആസിഫിന്റെ പ്രത്യേകത. ആൻഡ് ബേസിക്കലി ഈസ് എ ടാലന്റഡ് ആക്ടർ. അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമന്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി. കാരണം ആസിഫ ക്യാരക്ടർ ചെയ്തതിന്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകുന്നു. ഞാൻ 12th മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? അവരൊരു ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമല്ലോ, അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും. പക്ഷെ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡെയറിങ് ആക്ടർ. സെന്റ് ആന്റണീസ് കോളേജിലെ ഒരു ഫംഗ്ഷൻ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ, അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാന്ന് പറഞ്ഞ കാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പൊ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിലെ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. ഐ വോർ വാട്ട് ഐ ലൈക്ക്. ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പൊ അത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദേഴ്സ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വാണ്ടഡ് ടു ഗിവ്, ടു ബി യുവർ സെൽഫ്. ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോർ. ഐ വോർ വാട്ട് ഐ ലൈക്ക്. സോ അത്രേ ഉള്ളൂ. റാം അനൗൺസ് ചെയ്ത സമയത്ത് കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിരുന്നവർ കോളേജ് കഴിഞ്ഞു. ജിത്തു സാർ തന്നെ അതിനിടയ്ക്ക് ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്തു, തെലുങ്കിൽ ദൃശ്യത്തിന്റെ റീമേക്ക് ചെയ്തു. ഒരുപാടായി. എപ്പോഴാണ് റാം ഇറങ്ങി? ഞാൻ ഡേവിഡ് നിങ്ങളോട് ഒരു കാര്യം പറയാം. റാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത്, ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം. കാരണം ഐ എം ജസ്റ്റ് ഞാനും ലാലേട്ടനും എൻ്റെ ടീം ഈസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുക, കാരണം ഞങ്ങൾ റെഡിയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആസിക, നേരത്തെ അമല മാം സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറയണം. കാരണം ആ ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാണിക്കുന്നത്. അത് എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക്, അത് ആസിഫ നടന്നു വരുന്ന ആ ഒരു ഷോട്ട്. അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം. അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ ആസിഫ സിനിമാറ്റോഗ്രാഫിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക്
ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല, അതിൻ്റെ അകത്ത് ഞാനൊരു കുറെ ഗിമ്മിക്സ് കാണിക്കാം, ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ. അപ്പുവിനെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക. ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ, ഒരു അസ്വാഭാവികത തോന്നണം, എന്നാൽ അത് ഭയങ്കര ഗിമിക്കായിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ്, അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും. അത് തന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത്. എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇന്റർനാഷണൽ സിനിമ, അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്റ്റൈലിൽ പറയുന്നത്. അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ആസിഫ് അലിയുടെ എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ, അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ, നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്? നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ, തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക്. ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ്. അപ്പം തലവിന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 2018 അവന്റെ ഇത് മൈക്ക് മേടിക്കും, ചുമ്മാ തമാശ പറഞ്ഞു. 2018 ഇക്ക ഉണ്ടായിരുന്നു, അത് ഇന്ത്യ ഒട്ടാകെ ഈവൻ ഓസ്കാറിൽ വരെ പോയൊരു സിനിമയാണ്. അപ്പം അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ ചേട്ടന് കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ലല്ലോ, കാരണം ഇപ്പം ഇന്ത്യ ഒട്ടാകെ ഉള്ള ആൾക്കാരൊക്കെ കണ്ട്. കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട്, എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടുന്ന് ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട്. ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകാതിരുന്നത്. ഷറഫുദ്ദീൻ is also playing a very important part in the film. മൂന്നുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷറഫിന് ചില പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദീസ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് ഇൻ മൈ ഫിലിം. ആൻഡ് സാർ അത് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ദി വേ, right from casting, like you know, I've mentioned before, അമല ഈ സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പോലെ എൻ്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അമലയുടെ ആയിരുന്നു, ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമലയിലേക്ക് സാറ് ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഗോട്ട് അമല, ആസിഫ്, ഷറഫ്, ഇതുപോലെ ആക്ടേഴ്സിനെ കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടുണീഷ്യയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രമേശ് പിള്ള സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി സിനിമ കംപ്ലീറ്റ് ആയി, യുനോ, ഇറ്റ് ഓൾ ഫീൽസ് വർത്ത് വെൻ ഐ സീ the reactions of them after watching the film. So I'm really looking forward to this. I hope you all go and watch the film and you hope like it. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. Thank you so much. താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മീഡിയയുടെ സപ്പോർട്ട് ഒരു സിനിമയുടെ വിജയത്തിന് എത്ര അത്യാവശ്യമാണെന്നുള്ളത് എന്നെപ്പോലെ അല്ലെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു നല്ല സിനിമയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സിനിമകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.